بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അല്ലാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളെയാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ അൽ ജമീൽ എന്ന നാമമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അള്ളാഹുവിൻ്റെ അൽ ഫത്താഹ് എന്ന നാമമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൽ ഫത്താഹ് എന്ന നാമം അർത്ഥമാക്കുന്നത് എന്ത്, അതിൻ്റെ തേട്ടങ്ങൾ എന്തെല്ലാം തുടങ്ങിയ വിഷയങ്ങൾ. അൽ ഫത്താഹ് എന്ന പേരും അതേപോലെ ബഹുവചന രൂപത്തിൽ ഖൈറുൽ ഫാത്തിഹീൻ എന്നുമൊക്കെ വിശുദ്ധ ഖുർആനിൽ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നർത്ഥം. ഫാത്തിഹ് തുറക്കുന്നവൻ. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹുമുൽ അബ്വാബ്. നമ്മുടെ വചനങ്ങളെ കളവാക്കുകയും ആ വചനങ്ങളുടെ വിഷയത്തിൽ വചനങ്ങളെ തൊട്ട് അഹങ്കരിക്കുകയും ചെയ്തവർ, അവർക്ക് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അവിടെ ലാ തുഫത്തഹ് എന്നാണ് പ്രയോഗിച്ചത്. അവ തുറക്കുക എന്ന അർത്ഥം വരുന്ന ഫതഹ എന്ന ക്രിയ, ഫതഹ് എന്ന് പറഞ്ഞാൽ തുറന്നു, തുറക്കൽ. അതിൽ നിന്നുള്ള അഗാധാർത്ഥ പ്രയോഗമാണ് അൽ ഫത്താഹ്. ആ പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ നാമമായി
വന്നിരിക്കുന്നത്. എന്താണ് അൽ ഫത്താഹ് എന്നുള്ള നാമം അള്ളാഹുവിന് അർത്ഥമാക്കുന്നത്? അൽ ഫത്താഹ് എന്ന് പറഞ്ഞാൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. പ്രശ്നക്കാർ, താർക്കികർ, രണ്ട് വിഭാഗം ആളുകൾ, അവർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്നർത്ഥം അൽ ഫത്താഹ് എന്ന നാമത്തിനുണ്ട്. വേറെയും അതിനർത്ഥമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് അൽ ഫത്താഹ് എന്ന ഇതിൻ്റെ ഈ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം വരാവുന്നതാണ്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കി. മദിയൻ ദേശത്തുകാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷുഐബ് നബിയെ നിയോഗിച്ചത് വ ഇലാ മദിയന അഖാഹും ഷുഐബ, മദിയനിലേക്ക് ഷുഐബ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. അങ്ങനെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ദഅവത്ത് നടത്തി. അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. യാ ഖൗം ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹ്. പിന്നെ അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും. അതേപോലെ അവർക്ക് വേറെയും ചില വിരോധാഭാസങ്ങളും അതേപോലെ തന്നെ അന്യായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അവരുടെ സദസ്സുകളിൽ. വളരെ വൃത്തികെട്ട ചില ഏർപ്പാടുകൾ. അതൊക്കെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തൊട്ട് എതിർത്തു. ഈ സന്ദർഭത്തിൽ എന്താണ് അവരുടെ ജനത പ്രതികരിച്ചത്? ഖാലൽ മലഉ الذين استكبروا من قومه لنخرجنك يا شعيب والذين معك لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا. ഷുഐബ്, താങ്കളെയും താങ്കളിൽ വിശ്വസിച്ചവരെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ആട്ടി പുറത്താക്കും, അല്ലെങ്കിൽ അത് വേണ്ട എങ്കിൽ ഞങ്ങളുടെ ആദർശത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം എന്ന് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോടും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരോടും ആ ജനത മദിയൻ ദേശത്തുകാർ പറഞ്ഞു. അപ്പോൾ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, ഖാല അവലൗ കുന്നാ കാരിഹീൻ, നിങ്ങളുടെ ആദർശം അതിൽ ഞങ്ങൾ വെറുപ്പുള്ളവരും അനിഷ്ടക്കാരുമാണ്, എന്നാലും നിങ്ങളുടെ ആദർശത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരണോ എന്ന് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. എന്നിട്ട് ഷുഐബ് നബി അവരോട് പറഞ്ഞത്, ഖദ് ഇഫ്തറൈന അലല്ലാഹി കദിബൻ ഇൻ ഉദ്ന ഫീ മില്ലത്തിക്കും, നിങ്ങളുടെ ആദർശത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയാണ് എങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ഞങ്ങൾ വ്യാജമായത് കെട്ടിച്ചമക്കലാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ, നിങ്ങളുടെ ആദർശത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഇനിയും ഞങ്ങൾ അതിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ ഞങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് വ്യാജം കെട്ടിച്ചമക്കുകയാണ് ചെയ്യുന്നത്. വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ ഇല്ലാ അൻ യശാ അല്ലാഹ്, നിങ്ങളുടെ ആദർശത്തിലേക്ക് ഞങ്ങൾ മടങ്ങുക എന്നുള്ളത് ഞങ്ങൾക്ക് പാടുള്ളതല്ല, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാതെ. എന്നിട്ട് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബുനാ വസിഅ റബ്ബുനാ കുല്ല ശൈഇൻ ഇൽമ അലല്ലാഹി തവക്കൽനാ റബ്ബന ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. ഞങ്ങളുടെ റബ്ബിൻ്റെ അറിവ് എല്ലാ കാര്യങ്ങളെയും വിശാലമായി ഉൾക്കൊണ്ട അറിവാണ്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനതക്കുമിടയിൽ നീ സത്യപ്രകാരം തീർപ്പ് കൽപ്പിക്കണമേ. റബ്ബന ഇഫ്തഹ്, ഞങ്ങളുടെ റബ്ബെ നീ തീർപ്പ് കൽപ്പിക്കണമേ എന്ന് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പ്രാർത്ഥിച്ചു. വഅൻത ഖൈറുൽ ഫാത്തിഹീൻ, നീ തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമനാണല്ലോ. ഇവിടെ അള്ളാഹുവിൻ്റെ അൽ ഫത്താഹ് എന്ന നാമം അർത്ഥമാക്കുന്നത് തീർപ്പ് കൽപ്പിക്കുന്നവൻ, വിധി തീർപ്പ് നടപ്പാക്കുന്നവൻ എന്നാണ്. ആ അർത്ഥം ആ നാമത്തിനുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് വിധി തീർപ്പ് കൽപ്പിക്കുവാൻ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബന ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്,
റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ ജനതക്കുമിടയിൽ സത്യപ്രകാരം നീ തീർപ്പ് കൽപ്പിക്കണമേ എന്ന് ദുആ ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ സ്വീകരിച്ചു. മദിയൻ ദേശക്കാരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഘോര ശബ്ദം നിയോഗിച്ചു. അവിടെ ഒരു ജനതയില്ലാത്ത വിധം ആ ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലംപരിശാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ അൽ ഫത്താഹ് എന്ന നാമം അർത്ഥമാക്കുന്നത് എന്ത്? അത് വിധി തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതാണ്. ഇതേപോലെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാലൂ ലഇൻ ലം തൻതഹി യാ നൂഹ് ലതകൂനന്ന മിനൽ മർജൂമീൻ. നൂഹ്, നിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നീ മതിയാക്കുന്നില്ല എങ്കിൽ നീ എറിഞ്ഞു കൊല്ലപ്പെടുന്നവരിൽ ആയിരിക്കും. നിന്നെ എറിഞ്ഞു കൊല്ലും എന്നർത്ഥം. ഇതാര് പറഞ്ഞാൽ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞതാണ്. ഖാല, അപ്പം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ. റബ്ബേ, എൻ്റെ ജനത ഇതാ എന്നെ കളവാക്കിയിരിക്കുന്നു. 950 വർഷകാലഘട്ടം ദഅവത്ത് നടത്തിയ ഒരു പ്രവാചകൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ ജനത പറയാണ്, നൂഹെ നിർത്തിക്കോ ഇല്ലെങ്കിൽ എറിഞ്ഞുകൊല്ലും എന്ന്. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവോട് ദുആ ചെയ്തു, എൻ്റെ റബ്ബേ, എൻ്റെ ജനത ഇതാ എന്നെ കളവാക്കിയിരിക്കുന്നു. ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹാ. എനിക്കും അവർക്കും ഇടയിൽ നീ വിധി തീർപ്പ് കൽപ്പിക്കണമേ. വനജ്ജിനി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. എന്നെയും എൻ്റെ കൂടെയുള്ള വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തണമേ എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അള്ളാഹു പറയാണ്, ഫഅൻജൈനാഹു വമൻ മഅഹു ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. ഭാരം നിറക്കപ്പെട്ട കപ്പലിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. സുമ്മ അഗ്റഖ്നാ ബഅദുൽ ബാഖീൻ. പിന്നീട് ശേഷിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം മുക്കി നശിപ്പിക്കുകയുണ്ടായി. ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ഇവിടെ അൽ ഫത്താഹ് എന്ന നാമം വിധി തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വരും. അള്ളാഹുവിനോട് വിധി തീർപ്പ് കൽപ്പിക്കുവാൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തേടിയത് ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കും. സത്യപ്രകാരം, ന്യായപ്രകാരം റബ്ബിൻ്റെ വിധി തീർപ്പ് ആളുകൾക്കിടയിൽ ഉണ്ടാകും. അങ്ങനെ വിധി തീർപ്പ് കൽപ്പിക്കുന്നവനാകുന്നു അൽ ഫത്താഹായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് മനസ്സിലാക്കുവാനാണ് ഈ വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചത്. ഇതേപോലെ സൂറത്ത് ഇബ്രാഹീമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏതാനും വചനങ്ങൾ, ഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം. അവിശ്വാസികൾ അവരിലേക്ക് നിയോഗിതരായ ദൈവദൂതന്മാരോട് പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർദിന. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ ആട്ടിയിറക്കും. ദൈവദൂതന്മാരോട്, അംബിയാ മുർസലീങ്ങളോട് നാട്ടുകാർ പറയാണ്, നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ ആട്ടിയിറക്കും. ഔ ലതഊദുന്ന ഫിൽ മില്ലത്തിന. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആദർശത്തിലേക്ക് മടങ്ങി വരണം. ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്ന അദ്ദാലിമീൻ. സ്വജനത തങ്ങളിലേക്ക് നിയോഗിതനായ പ്രവാചകന്മാരോട് ഞങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടിയിറക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാർക്ക് നൽകുന്ന വഹി എന്താണ്? ബോധനം എന്താണ്? ലനുഹ്ലികന്ന അദ്ദാലിമീൻ. അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. വലനുസ്കിനന്നകും അൽ അർദ മിൻ ബഅദിഹിം. അക്രമികൾ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഭൂമിയിൽ നിങ്ങൾക്ക് നാം ആധിപത്യം, താമസം ഏകും. ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. അക്രമികളെ നശിപ്പിച്ച് അള്ളാഹു ഭൂമിയിൽ ആധിപത്യം ഏകുന്നത് ലിമൻ ഖാഫ മഖാമി, എൻ്റെ സാന്നിധ്യത്തെ ഭയന്ന് ജീവിക്കുന്നവർ ആരാണ് അവർക്കാണ്. വഖാഫ വഈദ്, എൻ്റെ താക്കീത്, മുന്നറിയിപ്പ്, അത് ഭയന്ന് ജീവിക്കുന്നവൻ ആരാണ് അവർക്കാണ്. അവർക്കെതിരിലുള്ള അക്രമികൾ അള്ളാഹു നശിപ്പിക്കും. പടച്ചോനെ ഭയന്ന്, അള്ളാഹുവിൻ്റെ താക്കീതുകളെ ഭയന്ന് ജീവിക്കുന്നവർ
അവർക്കെതിരിൽ വൈര്യവുമായി ശത്രുതയുമായി കൊണ്ടുവരുന്ന അക്രമികൾ അള്ളാഹു നശിപ്പിക്കും. ഈ ഭയന്ന് ജീവിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ആധിപത്യമരുളി സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ ഈ വഹീ കിട്ടിയ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വസ്തഫ്തഹു, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി ആ പ്രവാചകന്മാർ തേടുകയുണ്ടായി. ഫത്താഹായ അള്ളാഹുവിനോട് വസ്തഫ്തഹു, വിജയത്തിന് വേണ്ടി പ്രവാചകന്മാർ അഭ്യർത്ഥിച്ചു, യാചിച്ചു. വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്, ആ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കി. എന്താ സംഭവിച്ചത്? എല്ലാ അഹങ്കാരികളും എല്ലാ ധിക്കാരികളും അവർ ഇച്ഛാഭംഗപ്പെടുകയുണ്ടായി. മിൻ വറാഇഹി ജഹന്നം, അത് ഈ ദുനിയാവിലാണ് അവർക്ക് എന്ത് സംഭവിച്ചത്? ഇച്ഛാഭംഗം സംഭവിച്ചത്. എല്ലാ അഹങ്കാരികൾക്കും അതേപോലെ തന്നെ എല്ലാ ധിക്കാരികൾക്കും അവർക്ക് നാശമായി ദുനിയാവിൽ. വമിൻ വറാഇഹി ജഹന്നം, മാത്രമല്ല അവൻ്റെ പിന്നിൽ പരലോകത്ത് ജഹന്നമാണ് അവനുള്ളത്. വയുസ്ഖാ മിൻ മാഇൻ സദീദ്, ജഹന്നമിൽ നരകത്തിൽ ആ അക്രമിക്ക് അഹങ്കാരിക്ക് കുടിക്കാൻ നൽകപ്പെടുന്നത് മിൻ മാഇൻ സദീദ്, ചോരയും ചെലവും കലർന്ന നീരാണ് കുടിക്കാൻ നൽകുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. യതജറഉഹു വലാ യകാദു യുസീഗു, പാപി ഈ ചോരയും ചെലവും കലർന്ന നീര് കുടിക്കുമ്പോൾ അതിറക്കാൻ ശ്രമിക്കും, പക്ഷെ അത് ഇറക്കാൻ കഴിയില്ല, തൊണ്ടയിൽ കെട്ടും. അങ്ങനെയുള്ള പാനീയാണ്. വയതിഹിൽ മൗതു മിൻ കുല്ലി മക്കാൻ, നരകത്തിയിൽ വെന്തുകൊണ്ടിരിക്കുന്ന ഈ അക്രമി ധിക്കാരി, അവന് നേരെ മരണം സകല ദിക്കുകളിൽ നിന്നും വരും. വമാ ഹുവ ബിമയ്യിത്ത്, ഒരിക്കലും അവൻ മരിക്കൂല, നരകത്തിൽ മരണമല്ല. വമിൻ വറാഇഹി അദാബുൻ ഗലീദ്, കഠിനമായ ശിക്ഷ അവന് ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ഇവിടെ ഈ ആയത്തിലും അള്ളാഹുവിനോട് തേടുകയാണ് പ്രവാചകന്മാർ. എന്തിന്? വിധി തീർപ്പിന്. വിധി തീർപ്പിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അരുളുന്ന രക്ഷയ്ക്ക്, പാപികൾക്കേകുന്ന ശിക്ഷയ്ക്ക്. അൽ ഫത്താഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം വിധി തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വരും. ആ അർത്ഥത്തിലാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവവുമായി ബന്ധപ്പെട്ട്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവവുമായി ബന്ധപ്പെട്ട്, അതേപോലെ സൂറത്ത് ഇബ്രാഹീമിൽ ഖാലല്ലദീന കഫറു ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർദിന എന്ന് തുടങ്ങിയ ആയത്തിൽ വന്ന ആ തേട്ടത്തിലുമൊക്കെ ഉള്ളത് അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പ് കൽപ്പിക്കും. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഖുൽ യജ്മഉ ബൈനനാ റബ്ബുന, പറയുക നമ്മുടെ റബ്ബ് നമ്മളെ ഒരുമിച്ച് കൂട്ടും. സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ്, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യപ്രകാരം നമുക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കും. വഹുവൽ ഫത്താഹുൽ അലീം, അള്ളാഹു അൽ ഫത്താഹാകുന്നു, അള്ളാഹു അൽ അലീമാകുന്നു. അള്ളാഹു വിധി തീർപ്പ് കൽപ്പിക്കുന്നവനാകുന്നു, അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇത് അന്ത്യനാളിലാണ്. അന്ത്യനാളിൽ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും പടച്ചോൻ്റെ കോടതിയിലേക്ക്. എന്നിട്ട് അവിടെ അള്ളാഹു ന്യായപ്രകാരം സത്യപ്രകാരം വിധി തീർപ്പ് കൽപ്പിക്കും. അള്ളാഹു സർവജ്ഞനും വിധി തീർപ്പ് കൽപ്പിക്കുന്ന അൽ ഫത്താഹുമാകുന്നു എന്നാണ് ഇവിടെ ഈ ആയത്തിൽ ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഫത്താഹാണ്, അവൻ വിധി തീർപ്പ് കൽപ്പിക്കും അന്ത്യനാളിൽ. അതുകൊണ്ട് തന്നെ അന്ത്യനാളിന് യൗമുൽ ഫത്ഹ് എന്ന പേരുണ്ട്. യൗമുൽ ഫത്ഹ് സൂറത്തു അലിഫ് ലാം മീം സജദയുടെ അവസാനത്തിൽ വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സാദിഖീൻ, അവിശ്വാസികൾ ചോദിക്കുന്നു എപ്പോഴാണ് ഈ തീരുമാനം, വിധി തീർപ്പ്? അന്ത്യനാളിൽ ന്യായവിധി ഉണ്ടല്ലോ, അതെന്നാണ് എന്ന് അവിശ്വാസികൾ ചോദിക്കുന്നു. ഇൻ കുൻതും സാദിഖീൻ, വിശ്വാസികളെ നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ അതൊന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കുകയാണ്, ഖുൽ യൗമൽ ഫത്ഹ്, പറയുക വിധി തീർപ്പിൻ്റെ അന്ത്യനാൾ അത് ലാ യൻഫഉൽ ലദീന കഫറു ഈമാനുഹും, ആ വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസം ഉപകരിക്കാത്ത ദിവസമാകുന്നു. വലാഹും യുൻദറൂൻ, ആ അന്ത്യനാൾ പുലർന്നാൽ പിന്നെ അവർക്ക് കാലതാമസം ഉണ്ടാകില്ല. അപ്പോൾ ഇവിടെ അന്ത്യനാളിന് യൗമുൽ ഫത്ഹ് എന്ന് പേരുണ്ട്.
എന്താ യൗമുൽ ഫത്ഹിൻ്റെ പ്രത്യേകത? അവിടെ വിധി തീർപ്പ് നടക്കും. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിൽ, സത്യവാന്മാർക്കും അസത്യവാന്മാർക്കും ഇടയിൽ, ഏകദൈവ വിശ്വാസികൾക്കും ബഹുദൈവ വിശ്വാസികൾക്കും ഇടയിൽ, പുണ്യാളന്മാർക്കും പാപികൾക്കും ഇടയിൽ, സ്വർഗാർഹർക്കും നരകാർഹർക്കും ഇടയിൽ അവിടെ വിധി തീർപ്പ് നടക്കും. ഹക്ക് പ്രകാരം അള്ളാഹുവിൻ്റെ വിധി തീർപ്പ് വരും. അൽ ഫത്താഹായ അള്ളാഹുവിൻ്റെ വിധി തീർപ്പിൻ്റെ ദിവസമാകുന്നു യൗമുൽ ഫത്ഹ്, അന്ത്യനാൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഫത്താഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം അള്ളാഹു വിധി തീർപ്പ് കൽപ്പിക്കുന്നവനാകുന്നു എന്നുള്ളതാണ്. ഇതേപോലെ അള്ളാഹു വിജയം കനിയുന്നവനും സഹായം അരുളുന്നവനുമാകുന്നു. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അൽ ഫത്താഹ് എന്ന നാമം ആ അർത്ഥത്തിലും വരും. വിജയം നൽകുന്നവൻ. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. എന്താ അള്ളാഹു പറയണത്? ഇന്നാ ഫതഹ്നാ ലക്, പ്രവാചകരെ താങ്കൾക്ക് നാം ഫതഹൻ മുബീന, സുവ്യക്തമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഫതഹ് നൽകി, വിജയം നൽകി. അതിനെക്കുറിച്ചാണ് ഇവിടെ ആയത്തിറങ്ങുന്നത്. എപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്? ഈ ആയത്തിറങ്ങിയത് ഹുദൈബിയ സന്ധി കഴിഞ്ഞ ഉടനെയാണ്. ഹിജ്റയുടെ 6-ൽ ദുൽഖഅദ് മാസത്തിൻ്റെ പുലർച്ചെ തുടക്കനാളിൽ 1400 പേരോടൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിലേക്ക് പോയി. ഉംറക്ക് പോയതാണ് മക്കയിലേക്ക്. പക്ഷേ ഹുദൈബിയയിൽ വെച്ചിട്ട് മുശ്രിക്കീങ്ങൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും തടഞ്ഞ് 1400 പേരുണ്ടായിരുന്നു, 400 പേരുണ്ടായിരുന്നു. അവരെ തടഞ്ഞ് അങ്ങനെ ആ ഹിജ്റയുടെ 6-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. ഇഹ്റാമിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും. അവരെ തടഞ്ഞ് അങ്ങനെ മക്കയിലേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. അവസാനം അത് ഹുദൈബിയ സന്ധിയിൽ അവസാനിച്ചു, കലാശിച്ചു. ഹുദൈബിയ സന്ധിയിലെ തീരുമാനം ഈ വർഷം ഉംറ ചെയ്യാതെ മക്കയിൽ പ്രവേശിക്കാതെ മുഹമ്മദും കൂടെയുള്ളവരും തിരിച്ചു വേണം, അടുത്ത വർഷം വന്നിട്ട് ഖളാ വീട്ടാം ഉംറ എന്നാണ്. പിന്നെ മറ്റ് തീരുമാനങ്ങൾ എന്താ? മറ്റ് തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നമ്മളൊരു പ്രത്യക്ഷ വായന നടത്തിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പരാജയവും മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടവുമാണ്. എന്താ? ഹുദൈബിയ സന്ധി എഴുതുമ്പോൾ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി. അർ റഹ്മാനുർ റഹീം എന്നുള്ളത് മായ്ക്കാൻ വേണ്ടിയിട്ട് മുശ്രിക്ക് പറഞ്ഞ് ബിസ്മിക അല്ലാഹുമ്മ എന്ന് വേണമെങ്കിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു. അർ റഹ്മാൻ അർ റഹീം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളത് മായ്ച്ച്. പിന്നെ എഴുതണം, എങ്ങനെ എഴുതണം? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളയും മക്കക്കാരും തമ്മിൽ നടത്തുന്ന ഉടമ്പടിയാണ്, അത് എഴുതണം. അപ്പം പറഞ്ഞ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിടയിൽ തർക്കമല്ലല്ലോ. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. റസൂലുള്ളാഹ് സമ്മതിക്കൂല, അത് മായ്ക്കാൻ പറഞ്ഞു. അലിയാർ എഴുതിയത് മായ്ക്കാൻ പറഞ്ഞാൽ അലിയാർ കൂട്ടാക്കിയില്ല. അപ്പോൾ റസൂലുള്ളാഹ് മായ്ച്ച് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നാക്കി. പിന്നെയുള്ള ഓരോ ഉടമ്പടികളും ഇങ്ങനെയാണ്. മുസ്ലിമീങ്ങളിൽ നിന്നൊരാൾ ഇസ്ലാം ഉപേക്ഷിച്ച് മക്കയിലേക്ക് പോകുകയാണെങ്കിൽ അയാളെ തിരിച്ചയക്കൂല, മക്കക്കാരെ അവിടെ പിടിച്ചു വെക്കും. എന്നാൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഒരാൾ മദീനയിലേക്ക് വരികയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ തിരിച്ചയക്കണം. ഒരാൾ ഇസ്ലാം വേണ്ട എന്ന് വെച്ചിട്ട് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ട് മക്കയിലേക്ക് മടങ്ങി പോവുകയാണെങ്കിൽ മക്കക്കാരെ അയാൾ അവിടെ പിടിച്ചു വെക്കും. എന്നാൽ ഒരാൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ എന്താ? അയാളെ മടക്കി അയക്കണം. സുഹൈൽ ബിൻ അംറാണ് മുശ്രിക്കീങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് എഴുതണത്. ഇത് എഴുതി കൈയ്യെടുക്കുന്നതിന് മുമ്പ് സുഹൈൽ ബിൻ അംറിൻ്റെ മകൻ അബൂജന്തൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് വരികയാണ്. എങ്ങനെ? ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അബൂജന്തലിന്. ആ ചങ്ങല താങ്ങിയിട്ട് ചാടിയാണ് അബൂജന്തൽ വരുന്നത് ഹുദൈബിയയിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് ചാടി വരികയാണ്. അപ്പോൾ സുഹൈൽ എഴുത്തുകോല അവിടെ വെച്ച് എന്നിട്ട് പറഞ്ഞു, ഈ എഴുതിയതിന് ഇപ്പം തീരുമാനം പറയണം. സുഹൈൽ പറയാണ് അബൂജന്തലിനെ തിരിച്ചു തരണം. അപ്പോൾ സന്ധി എഴുതി ഒപ്പിട്ടിട്ടില്ല, തീരുമാനമായിട്ടില്ല. പക്ഷേ എങ്കിലും ഇത് എഴുതി തീരണമെങ്കിൽ
അബൂജന്തലിനെ ആദ്യം തിരിച്ചയക്കണം എന്ന് വാശി പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സമ്മതിച്ച്. എത്രമാത്രം സഹാബികൾക്കൊക്കെ വലിയ പ്രയാസമുണ്ടായി. ഞങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, അവർ കുഫാറുകളല്ലേ എന്നൊക്കെ ഉമറിനെ പോലുള്ളവർ വികാരഭരിതരായിട്ട് ചോദിച്ച്. അബൂജന്തൽ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളെങ്ങനെ മക്കക്കാർക്ക് പീഡിപ്പിക്കാൻ എന്നെ തിരിച്ചു കൊടുക്കും? എന്നെ നിങ്ങൾ തിരിച്ചയക്കരുത്. വിശ്വാസികൾ നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് റസൂലുള്ള പറഞ്ഞു എന്ന നിലക്ക് അബൂജന്തലിനെ തിരിച്ചു കൊടുത്തത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നമ്മൾ വായിച്ചാൽ ഇത് മുസ്ലിമീങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ വിജയ. നമ്മളൊരു പക്ഷവായന നടത്തിയ ഒരിക്കലുമല്ല. പക്ഷേ ഈ ഹുദൈബിയ സന്ധിയിൽ ഒപ്പിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോരുമ്പോഴുണ്ടല്ലോ, തിരിച്ചു പോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, തിരിച്ചു പോരുകയാണ് ഈ ഹുദൈബിയ സന്ധി കരാറ് ഒപ്പിട്ട് തിരിച്ചു പോരുമ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന, പ്രവാചകരെ നിങ്ങൾക്ക് സുവ്യക്തമായ ഒരു വിജയമാണ് അള്ളാഹു അരുളിയിരിക്കുന്നത്. ഇതെങ്ങനെ വിജയം? അത് വിജയമാണ്. ഈ ഹുദൈബിയ സന്ധിയായിരുന്നു പിന്നീട് ചരിത്രത്തെ ഗതി മാറ്റിയത്, വിശ്വാസികളെ സഹായിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും വലിയ അനുഗ്രഹങ്ങളെ നൽകിയത്. അത് വലിയ വിജയമായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഫത്താഹാകുന്നു. ഫത്താഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔലിയാക്കൾക്ക് വിജയമേകുന്നവനാണ്. അവർ നിനക്കാത്ത വിധം അവൻ്റെ ദാസന്മാരെ അവരുടെ ശത്രുക്കൾക്കെതിരിൽ സഹായിക്കുന്നവനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ മക്ക ഫതഹിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അതേപോലെ വ ഉഖ്റാ തുഹിബ്ബൂനഹാ നസ്റും മിനല്ലാഹ് വ ഫത്ഹുൻ ഖരീബ്. ഉണ്ടാ, ഫത്ഹുൻ ഖരീബ്, അടുത്ത് വരാനിരിക്കുന്ന ഫത്ഹ്, അള്ളാഹുവിൻ്റെ നസ്ർ സഹായവും അതേപോലെ ഫത്ഹും വന്നാൽ അവിടെ അൽ ഫത്ഹ് മക്കം ഫത്ഹാണ്. ഈ ഫത്ഹ് ഏകിയതൊക്കെ ആരാണ്? അത് ഫത്താഹായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അൽ ഫത്താഹ് എന്നുള്ള നാമം അത് അള്ളാഹുവിന് അവൻ്റെ ഔലിയാക്കൾക്ക് അവൻ സഹായം അരുളുന്നവനാണ്, വിജയം കനിയുന്നവനാണ് എന്നുള്ള അർത്ഥം വഹിക്കുന്നു എന്നുള്ളതാണ്. ഇതേപോലെ അൽ ഫത്താഹ് എന്നുള്ള നാമം അർത്ഥമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാശയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനത്തിൻ്റെ കവാടങ്ങൾ തുറന്നേകുന്നവനാണ്. വിജ്ഞാനം അത് തലച്ചോറിൻ്റെ പൂട്ടുകൾ തുറന്ന്, ഹൃദയത്തിൻ്റെ പൂട്ടുകൾ തുറന്ന് അള്ളാഹു അരുളുന്നവനാണ്. ഹിദായത്തും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശവുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഘ്നങ്ങളെയും തടസ്സങ്ങളെയും തട്ടിമാറ്റി അള്ളാഹു തുറന്നേകുന്നവനാണ് എന്ന അർത്ഥത്തിൽ അൽ ഫത്താഹ് എന്നുള്ള നാമം വരും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. മാ യഫ്തഹില്ലാഹ് ലിന്നാസ്, അള്ളാഹു ജനങ്ങൾക്ക് തുറന്നേകുന്ന മിൻ റഹ്മത്തിൻ ഒരു കാരുണ്യം, ഫലാ മുംസിക ലഹാ, ആ കാരുണ്യത്തെ തടഞ്ഞു വെക്കുവാൻ ആരുമില്ല. അപ്പം അള്ളാഹു അവൻ്റെ റഹ്മത്ത് തുറന്നേകും. അത് തുറന്നേകിയാൽ ആ റഹ്മത്തിനെ തടഞ്ഞിടാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പം അള്ളാഹു റഹ്മത്ത് തുറന്നേകുന്നവനാണ്. നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. എന്താ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന? ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഫ്തഹ് ലി, നീ എനിക്ക് തുറന്നേകണമേ, അബ്വാബ റഹ്മതിക്, നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങളെ. അപ്പോൾ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറന്നിടാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അത് തുറന്നേകണമേ. കാരണം അള്ളാഹു ഫത്താഹാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നേകും എന്നതാണ് അപ്പോൾ ആ നാമം അർത്ഥമാക്കുന്നത്. ലഹു മഖാലിദു സ്സമാവാതി വൽ അർദ് യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം.
വാനങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ഉടമസ്ഥത അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കും. അള്ളാഹു ഉപജീവനത്തെ ഇടുസാക്കുന്ന അവസ്ഥയും ഉണ്ട്. അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അതേപോലെ അള്ളാഹു പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, പട്ടണവാസികൾ, നാട്ടുകാർ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിത ജീവിതം നയിക്കുകയും ചെയ്തിരുന്നു, ലഫതഹ്ന അലൈഹിം, അവരുടെ മേൽ നാം തുറന്നിടുമായിരുന്നു, ബറകാത്തി മിനസ് സമാഇ വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും അനുഗ്രഹ കവാടങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളുടെയും ഭൂമിയുടെയും അനുഗ്രഹങ്ങളെ തുറന്നേകുന്ന അള്ളാഹുവാണ്. അതാണ് ഫത്താഹ് എന്ന നാമം അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കുള്ള റിസ്ക്, ഉപജീവനം, അതിൻ്റെ വൈവിധ്യങ്ങൾ തുറന്ന് നൽകി പടപ്പുകളെ അവർക്കുള്ള അന്നം നൽകി പോഷിപ്പിക്കുന്നവനും അനുഗ്രഹിക്കുന്നവനുമാകുന്നു അൽ ഫത്താഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല. വഫിസ് സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ, വഫിസ് സമാ, ആകാശത്തിന്മേലാകുന്നു, റിസ്ഖുക്കും, നിങ്ങൾക്കുള്ള റിസ്ക്, അന്നം, വമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നതും, അതും ആകാശങ്ങൾക്ക് മീതെയാകുന്നു. അപ്പോൾ നമുക്കുള്ള റിസ്ക് അത് ഫൗക്കിൽ, മീതെ അള്ളാഹുവിങ്കലാണ്. ആർക്ക് അള്ളാഹു തുറന്നേകി അവർക്കാണ് അതുള്ളത്. നമുക്കുള്ള റിസ്ക് അത് ഹലാലായി, ത്വയ്യിബായി, അനുവദനീയമായതായി, നല്ലതായി ലഭിക്കുവാൻ ഫത്താഹായ റിസ്ക് തുറന്നേകുന്ന അള്ളാഹുവിനോട് നമ്മൾ ദുആ ഇരക്കുകയും അത് അനുവദനീയമായത്, നല്ലത് നമുക്ക് ലഭിക്കുവാൻ നമ്മൾ അതിനു വേണ്ട ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യണം. എന്താ അതിനു വേണ്ട കാര്യങ്ങൾ? അത് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വമൻ യത്തഖില്ലാഹ്, ഒരാൾ മുത്തഖിയായി ജീവിച്ചാൽ, തഖ്വയുള്ള ജീവിതം നയിച്ചാൽ, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവന് പോംവഴികൾ നിശ്ചയിക്കും. പോംവഴികൾ, പ്രയാസത്തിലാണ് എങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി, രോഗത്തിലാണ് ഉള്ളത് എങ്കിൽ ആ രോഗത്തിൽ നിന്ന് ആഫിയത്തിലേക്ക്, സൗഖ്യത്തിലേക്കുള്ള വഴി, കഷ്ടതകളിലും നഷ്ടതകളിലുമാണ് എങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി അള്ളാഹു നിശ്ചയിക്കും. അപ്പോൾ തഖ്വയുള്ള ജീവിതം മനുഷ്യന്മാർ നയിച്ചാൽ. എന്നിട്ട് അള്ളാഹു പറയണം, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് നിനക്കാത്ത രീതിയിൽ അവൻ അള്ളാഹു അന്നം നൽകുമെന്ന് പറയാണ്. പടച്ചവൻ റിസ്ക് നൽകും. കാരണം ഇതിൻ്റെയൊക്കെ മിഫ്താഹ് അള്ളാഹിൻ്റെ കയ്യിലാണ്. അള്ളാഹുവാണ് ഇത് തുറന്നേകുന്ന ഫത്താഹ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഉപജീവനം അത് ഹലാലായി, ത്വയ്യിബായി ലഭിക്കുവാൻ, നല്ലതായി, അനുവദനീയമായി ലഭിക്കുവാൻ നമ്മൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്നാണ് പറഞ്ഞത്. യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, കണക്ക് നോക്കാതെ താൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് നൽകുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ മുമ്പിൽ ഉപജീവനം, വിഭവങ്ങൾ കണ്ടപ്പോൾ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം മറിയത്തിനോട് ചോദിക്കുകയാണ്, മറിയമേ അന്നാ ലക്കി ഹാദ, ഇത് എവിടുന്നാണ്? അപ്പം മറിയം പറയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ള റിസ്ക്കാണ്, പടച്ചോൻ കനിഞ്ഞതാണ്, അള്ളാഹു അരുളിയതാണ്. എന്നിട്ട് പറയാണ്, ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അള്ളാഹു കണക്ക് നോക്കാതെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അന്നം നൽകുന്നവനാണ് എന്ന് പറയാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ് ഹഖ്ക തവക്കുലി ലറസഖകും കമാ ലറുസിഖ്തും കമാ യുർസഖു ത്വയ്ർ തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധം തവക്കുലാക്കി ജീവിച്ചാൽ, ആദ്യം പറഞ്ഞത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. മറിയത്തിൻ്റേത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു. തഖ്വയിലുള്ള അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് റിസ്ക് അള്ളാഹു തുറന്നേകും എന്ന് പറഞ്ഞു. അതിൻ്റെ ചരിത്ര സാക്ഷിയാണ് മറിയമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ രണ്ടാമത്തേത് തവക്കുൽ. നിങ്ങൾ യഥാവിധം അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ, കലർപ്പില്ലാത്ത, കളങ്കമില്ലാത്ത തവക്കുലാണ്. എന്താ തവക്കുൽ? നമുക്ക് അകവും പുറവും ഏൽപ്പിക്കാൻ, നമ്മളുടെ കാര്യങ്ങൾ സകലവും ഏൽപ്പിക്കാൻ,
നമുക്ക് അള്ളാഹു മതി എന്നുള്ള വിശ്വാസം, അതിനനുസരിച്ചുള്ള പ്രവർത്തനം, അത് യഥാവിധമായിരിക്കണം. തവക്കുൽ കലർപ്പുണ്ടാകരുത്. അള്ളാഹു മതി പറഞ്ഞാൽ അള്ളാഹു മതി. പിന്നെ നേർച്ചക്കാരെ വിളിക്കാൻ പാടില്ല, ശുഹദാക്കളോട് തേടാൻ പാടില്ല, ജാറം തേടി, അതേപോലെ ജിന്നിനെ തേടി, അതേപോലെ തന്നെ മറ്റു വലിയനെ തേടി, മക്കാമുകൾ തേടി, ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ബന്ധപ്പെടുന്ന സ്ഥിതിവിശേഷം വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. ഹസ്ബുൻ അല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. അള്ളാഹു മതി, കാര്യങ്ങളെ ഏൽപ്പിക്കുവാൻ ഏറ്റവും നല്ല വക്കീലാകുന്നു അള്ളാഹു എന്നുള്ളതാണ്. അങ്ങനെ തവക്കുൽ അത് യഥാവിധമായിട്ടുണ്ട് എങ്കിൽ പക്ഷിക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹു തിന്നാൻ തരും, ഉപജീവനം നൽകും എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാലിയായ വയറുമായി പ്രഭാതത്തിൽ പാറുന്ന പക്ഷി നിറഞ്ഞ വയറുമായി പ്രദോഷത്തിൽ തിരിച്ചു പാറുന്നു. ആരാ പക്ഷിക്കുള്ള ഉപജീവനം കനിഞ്ഞത്? ആ ഉപജീവനത്തിലേക്ക് പക്ഷിയെ കൊണ്ടെത്തിച്ചത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ ഫത്താഹായ അള്ളാഹു ഉപജീവനമരുളുന്ന അള്ളാഹുവാണ്. അതിന് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഖൽ ഇബ്നു യസാറിൽ നിന്ന് നിവേദനം. എന്താ അള്ളാഹു പറഞ്ഞത്? യബ്ന ആദം തഫറഗ് ലിഇബാദതി, മനുഷ്യ നീ എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്ക്. അതിനൊന്ന് സമയം കാണാൻ പറയാണ്. എന്താ? അംലഉ ഖൽബക ഗിനൻ, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറക്കാം. അംലഉ യദൈക റിസ്ഖൻ, നിൻ്റെ ഇരു കരങ്ങളിലും നാം ഉപജീവനം നിറച്ചു തരാം എന്ന് അള്ളാഹു പറയാണ്. ഹൃദയത്തിൽ ധന്യത, കൈകളിൽ അന്നം, ഇത് തരാൻ അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. യബ്ന ആദം ലാ തുബാഇദ് മിന്നി, മനുഷ്യ നീ എന്നിൽ നിന്ന് ദൂരപ്പെടല്ലേ. അങ്ങനെയായാൽ ഫഅംലഉ ഖൽബക ഫഖ്റൻ, നിൻ്റെ കൽബിൽ ഞാൻ ദാരിദ്ര്യം നിറക്കും. വഅംലഉ യദൈക ശുഗ്ല, നിൻ്റെ കൈകളിൽ ഞാൻ ജോലിയും നിറക്കും. ചിലർ പറ്റ ബിസിയാണല്ലോ, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. ഫൈദ ഫറഗ്ത ഫൻസബ്, അത് ആരാധനൻ്റെ വിഷയത്തിലാണ് ആയത്തെങ്കിലും ചിലർക്ക് അത് ദുനിയാവിൻ്റെ വിഷയത്തിൽ. ഒരു ദുനിയാവ് കഴിഞ്ഞാൽ അടുത്ത ദുനിയാവ്, അത് കഴിഞ്ഞാൽ അടുത്ത ദുനിയാവ്. നേരല്ല, ടൈമില്ല, ബിസി മാൻ. അതെന്തുകൊണ്ടാണ്? പടച്ചോനായിട്ട് അടുപ്പല്ല, അകൽച്ചയാണ്. അത് അള്ളാഹു പറഞ്ഞതാണ്. ഹൃദയത്തിൽ ദാരിദ്ര്യം നടക്കും. ഹൃദയത്തിൽ ദാരിദ്ര്യം വന്നാൽ പിന്നെ എത്ര കിട്ടിയാലും തികയില്ല. എത്ര കിട്ടിയാലും പൊന്നുകൊണ്ടെന്ന് മൂടിയാലും തികയില്ല. മൂപ്പര് ബിസിമാനായിരിക്കും. അതേസമയം അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന അവസ്ഥ ഉണ്ടായാലും അള്ളാഹുവിൻ്റെ വാഗ്ദാനാണ്, നിൻ്റെ മനസ്സിൽ ഞാൻ ധന്യത നിറക്കും. ധന്യത എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ധന്യത. അൽ ഗിന ഗിന നഫ്സ്, മനസ്സിൻ്റെ ധന്യതയും ഐശ്വര്യമാണ് ധന്യത. അല്ലാതെ വിഭവങ്ങളുടെ ധന്യതല്ല. എത്ര അളക്കാനുണ്ട്, എത്ര തട്ടുകൾ എണ്ണാനുണ്ട്, എത്ര ഏക്കറുകൾ അളക്കാനുണ്ട്, എത്ര കൊട്ട, എത്ര പെട്ടി, ഇതൊന്നുമല്ല. പിന്നെ മനസ്സ് ധന്യമായാൽ അതാണ് ഏറ്റവും പ്രധാനം. അത് അള്ളാഹു നൽകുന്ന പറയുന്നത്. ഏറ്റവും വലിയ ധന്യനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ടായിരുന്ന ഭൗതിക വിഭവങ്ങൾ? അത് വളരെ കുറവാണ്, തുലവും കുറവാണ്. അള്ളാഹ്ക്കുള്ള ഇബാദത്തിൽ കഴിച്ചുകൂടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൈകളിൽ റിസ്ക് നിറക്കും എന്ന് വാഗ്ദാനം നൽകുകയാണ്. പറഞ്ഞു വരുന്നത് അള്ളാഹു ആകുന്നു അൽ ഫത്താഹ്. ഫത്താഹ് എന്നുള്ള നാമത്തിൻ്റെ അർത്ഥങ്ങളിൽ ഒരർത്ഥം അള്ളാഹു ഉപജീവനം കനിയുന്നവനാണ്, റിസ്ക് നൽകുന്നവനാണ് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലായ റിസ്ക് നമുക്ക് നൽകണം, ത്വയ്യിബായ റിസ്ക്, നല്ല റിസ്ക് നമുക്ക് നൽകണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അത് തഖ്വയാണ്, അത് തവക്കുലാണ്, അത് ഇബാദത്താണ്. അതേപോലെ തന്നെ അത് ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിനോട് പാപമോചനം തേടലാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. സമ്പത്തുകൾ, സന്തതികൾ എന്നിവ കൊണ്ട് നമ്മൾ പോഷിപ്പിക്കപ്പെടാൻ, മഴ അള്ളാഹു ചൊരിഞ്ഞു തരാൻ ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം.
എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നത് അർത്ഥമറിഞ്ഞ് ആശയം മനസ്സിൽ തട്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാകണം. അപ്പോൾ നമുക്ക് ഉപജീവനം വിശാലാകും. ഇതേപോലെ ശുക്റുള്ള ജീവിതം, പടച്ചോൻ തന്നതിന് നന്ദി കാണിക്കുക, നന്ദിയുള്ള ജീവിതം, മനസ്സ വാച കർമ്മണ. ലൈൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ തരും എന്ന് പറഞ്ഞു. എത്ര മനുഷ്യന്മാരുണ്ട് ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്നൊരു അൽഹംദുലില്ലാ എന്ന് പറയുന്നവർ, ഒരന്നം തിന്നാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അള്ളാഹുവിനൊരു നന്ദി പ്രകാശിപ്പിക്കുന്നവർ. ആളുകളിൽ പലരും അതിൽ പിശുക്കന്മാരാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു ഇറക്ക് വെള്ളം കുടിച്ചാൽ അതിൽ തന്നെ സ്തുതിക്കുന്നവർ, സ്തുതിക്കുന്നത് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവാണ്. നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഭക്ഷണപാനീയ ശേഷം അത് ഏകിയ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ചെല്ലാൻ ഹംദിൻ്റെ ലഫ്ലുകൾ അൽഹംദുലില്ലാഹില്ലദീ അത്അമ വസഖ വസവ്വഗഹു വജഅല ലഹു മഖ്റജ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. വേറെയും ദുആകൾ കാണാൻ സാധിക്കും ഭക്ഷണശേഷം, അതേപോലെ പാനീയശേഷം ദുആയിരക്കാൻ. അപ്പോൾ അങ്ങനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് അന്നം അരുളപ്പെടാൻ നമുക്ക് കരണീയമായിട്ടുള്ളതായ കർമ്മങ്ങൾ എന്ന് ഇതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുനിയാവിൽ മാത്രമല്ല പടച്ചോൻ റിസ്ക് ഏകിയിട്ട് നമ്മളെ അനുഗ്രഹിക്കുക, കടാക്ഷിക്കുക. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്? സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഹാദാ ദിക്റുൻ വ ഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ് ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ് മുത്തഖീന ഫീഹാ യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ മുത്തഖീന ഫീഹാ യദ്ഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ് വഇൻദഹും ഖാസിറാത്തു ത്റഫി അത്റാബ് ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ് ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്. അല്ലാഹു പറയുന്ന ഹാദാ ദിക്റുൻ, ഇതൊരു ഉത്ബോധനമത്രേ. വ ഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്, തീർച്ചയായും മുത്തഖീങ്ങൾക്ക്, സൂക്ഷ്മതയുള്ളവർക്ക് മടങ്ങിച്ചെല്ലുവാൻ ഉത്തമമായ സ്ഥാനമാണുള്ളത്. ഏതാ ഉത്തമമായ സ്ഥാനം? ജന്നാതി അദ്നിൻ, നിത്യവാസത്തിൻ്റെ സ്വർഗീയ തോപ്പുകളാകുന്നു. മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്, ആ സ്വർഗീയ തോപ്പുകൾ, അതിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ സ്വർഗീയ തോപ്പുകൾ, അതിന് കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? സ്വർഗാർഹരായ മുത്തഖീങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുത്തഖീന ഫീഹ, ആ സ്വർഗീയ തോപ്പുകളിൽ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. യദ്ഊന ഫീഹ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്, സമൃദ്ധമായുള്ള ഫലവർഗ്ഗങ്ങൾ, അതേപോലെ പാനീയങ്ങൾ, അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും സ്വർഗീയ ആരാമങ്ങളിൽ അവർ ചാരിയിരിക്കുക. വഇൻദഹും ഖാസിറാത്തു ത്റഫി അത്റാബ്, അവരുടെ അടുക്കൽ ദൃഷ്ടി നിയന്ത്രിക്കുന്ന സമപ്രായക്കാരികളായ സ്ത്രീകളുണ്ടായിരിക്കും. ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്, വിചാരണയുടെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഹാദാ ലറിസ്ഖുനാ, ഇത് നമ്മുടെ റിസ്ക്കാണ്, ഇത് നമ്മുടെ ഉപജീവനമാണ്. മാ ലഹു മിൻ നഫാദ്, അതൊരിക്കലും തീർന്നു പോകൂല, നിലച്ചു പോകൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അല്ലാഹു ഫത്താഹാണ്. ദുനിയാവിൽ മാത്രമല്ല, അല്ലാഹു അന്ത്യനാളിലും അവൻ്റെ റിസ്ക് സ്വർഗമായി, സ്വർഗീയ അനുഗ്രഹങ്ങളായി കനിഞ്ഞുകൊണ്ട് നൽകുന്ന അൽ ഫത്താഹാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതേപോലെ അല്ലാഹു തുറന്നേകുന്ന പ്രധാനപ്പെട്ട മുഖ്യമായ ഒന്നാകുന്നു അറിവും ഈമാനും, ഹിദായത്തും വിജ്ഞാനവും. അല്ലാഹു പറഞ്ഞില്ലേ, വത്തഖുല്ലാഹ് വയുഅല്ലിമുകുമുല്ലാഹ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് അറിവ് നൽകും. അല്ലാഹു നിങ്ങൾക്ക്
ജ്ഞാനം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ അല്ലാഹ് നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് അറിവ് നൽകുന്ന, മനസ്സ് തുറന്ന് ഗ്രാഹ്യത നൽകുന്ന അൽ ഫത്താഹ് ആകുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഭൗതിക വിഭവങ്ങളെക്കാൾ ഞാൻ ഇവിടെ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബിയുടെ ചരിത്രം ഇവിടെ ഉണർത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുണ്ട ഹൃദയം, ചളികെട്ടിയ തലച്ചോർ വൃത്തിയാക്കി അതിൽ ഹിദായത്ത് ചൊരിയുകയും ജ്ഞാനം അരുളുകയും ചെയ്താൽ ആ മനുഷ്യൻ ആരാകുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി ഭയങ്കര റൗഡിയായിരുന്നു, മദ്യപാനിയായിരുന്നു. തമ്മാടികളുടെ ഒരു കൂട്ടുകെട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഖാനബിക്ക്. ഒരു ദിവസം തൻ്റെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്തിരിക്കുക, ചിലരെത്തിയിട്ടുണ്ട്, മദ്യമൊക്കെ റെഡിയാണ് ഒന്നിച്ച് കുടിക്കാനുള്ള. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ഹദീസിൻ്റെ വിഷയത്തിൽ മുഅ്മിനീങ്ങളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശുഅബത്ത് ബിനുൽ ഹജ്ജാജ് വരുന്നത്. ശുഅബത്ത് ബിൻ ഹജ്ജാജ് വരികയാണ്. അപ്പോൾ ശുഅബത്ത് ബിനുൽ ഹജ്ജാജ് അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹം ഷെയ്ഖാണ്. അദ്ദേഹത്തിന് കുറേ ശിഷ്യഗണങ്ങളുണ്ട്. ആ ശിഷ്യഗണങ്ങളിൽ ചിലർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അവരദ്ദേഹത്തോട് ഇൽമു ചോദിക്കുന്നു, ഹദീസ് ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം വരികയാണ്, സദസ്സിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അത് കാണുന്നത്. അപ്പോൾ റൗഡിയല്ലേ, അപ്പോൾ ആരാണ് വരുന്നതെന്ന് ചോദിച്ച് തൻ്റെ കൂട്ടുകാരോട്. അപ്പോൾ അത് ശുഅബത്ത് ബിനുൽ ഹജ്ജാജാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരായി ശുഅബത്ത് ബിനുൽ ഹജ്ജാജ്? ഹദീസ് പണ്ഡിതനാണ്, വിജ്ഞാന കുതുകിയാണ്, അറിയപ്പെട്ട ഷെയ്ഖാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മസ്ലമ എന്ത് ചെയ്ത് തൻ്റെ വീട്ടിൽ നിന്ന് ആടിപ്പാടി ഇറങ്ങി ഈ ശുഅബത്ത് ബിൻ ഹജ്ജാജിൻ്റെ പോയിട്ട് കഴുത്തിന് പിടിച്ചു. എന്നിട്ട് പറയാം, ഷെയ്ഖ് ഇമാമാണ്. എന്നിട്ട് പറയാണ്, ഒരു ഹദീസ് പറഞ്ഞു തരണമെന്ന്. ഹദീസ് പറഞ്ഞു തരണം. ഈ മദ്യം മണക്കണ കോലാണെങ്കിലോ, ഈ അന്ന് ഖാനബി എടുത്തിട്ടുള്ളത് ഒരു ചുവന്ന തുണിയാണെന്നാണ്, ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുള്ളത്. ആണുങ്ങൾക്ക് തനി ചുവപ്പ് പാടില്ല, അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമാം ശുഅബ ഇങ്ങനെ നോക്കി, ആകെ വൃത്തികെട്ട രൂപം ഇക്കോലത്തിൽ. അപ്പോൾ ഇമാം ശുഅബ പറഞ്ഞ്, ഹദീസ് പഠിക്കേണ്ട ആളല്ല നീ, ഹദീസ് പറഞ്ഞു തരേണ്ട ആളുമല്ല നീ, പോകാൻ പറഞ്ഞു. പശുക്കൾക്ക് മുമ്പിൽ മുത്ത് വിതറിയിട്ടുണ്ട് എങ്കിൽ എന്താ ഫലം? പോകാൻ പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ എന്ത് ചെയ്തു? ഈ ഖാനബി കത്തിയെടുത്ത് ചൂണ്ടി. അപ്പോൾ നല്ല ഉഷാറാളാണ്, കത്തിയെടുത്ത് ചൂണ്ടി. ഇപ്പം പറയണമെന്നാണ് ഹദീസ്. അപ്പോൾ ഇമാം ശുഅബത്ത് ബിൻ ഹജ്ജാജ് എന്ത് ചെയ്തു? ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. ഏതാ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. എന്താ ഇതിൻ്റെ അർത്ഥം? ലജ്ജയില്ലെങ്കിൽ വേണ്ടത് ചെയ്തോ, അതാണ്. ലജ്ജയില്ലാത്തവന് വേണ്ടത് ചെയ്യാം, ഇതാണ് ഹദീസിൻ്റെ ആശയം, പൊരുൾ. ആ ഹദീസ് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഖാനബി എന്ത് ചെയ്ത്? ശുഅബൻ്റെ പിടുത്തം വിട്ട്, കത്തിയതായിട്ട് പിടുത്തം വിട്ടിട്ട് എന്ത് ചെയ്ത്? ബാക്കോട്ട് പോയി. അയാൾക്ക് അത് നല്ല മനസ്സിൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു തിരുമൊഴിയാണ് കേട്ടത്, ലജ്ജയില്ലാത്തവന് ഇഷ്ടമുള്ളത് ചെയ്യാൻ. മനസ്സിലായില്ലേ? അതോടുകൂടി ശുഅബ പിൻവാങ്ങി. നോക്കണം നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കയ്യിലെടുത്താൽ ആ മനുഷ്യനുണ്ടാകുന്ന നിഅമത്തുർ റഹ്മത്തും. ഈ ഖാനബി എന്ത് ചെയ്ത്? അവിടെ നിന്ന് മടങ്ങി വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ തൻ്റെ കൂട്ടുകാരെടുത്തേക്ക് പോയില്ല. ഉമ്മനോടും തൻ്റെ സഹോദരനുണ്ട് വീട്ടിൽ, അവരോടും പറഞ്ഞ് കൂട്ടുകാരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു. മദ്യം ചിന്താൻ പറഞ്ഞു. കൂട്ടുകാരോട് പോകാൻ പറഞ്ഞു. ഇനി ഇന്നെ കാണണ്ട, ഇന്നെ കാത്തുക്കും വേണ്ട, പോകാൻ പറഞ്ഞു. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എൻ്റെ എഴുത്ത് പലകി എടുത്തു തരാൻ പറഞ്ഞു. അതെടുത്തിട്ട് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി അവിടെ നിന്നില്ല, നേരെ മദീനയിലേക്ക് പോയി. അങ്ങനെ മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ
വിജ്ഞാന സദസ്സിൽ ഒരു ശിഷ്യനായിട്ട് ജീവിച്ചു. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമയുടെ മനസ്സിൽ ശുഅബത്ത് ബിൻ ഹജ്ജാജാണ് ലക്ഷ്യം. അങ്ങനെ ശുഅബയിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി തത്രപ്പെട്ട് വീണ്ടും കൂഫയിലെത്തിയ ചരിത്രം കാണാം. പക്ഷേ ശുഅബയെ വീണ്ടും ഒരിക്കൽ മുഖം കാണുന്നതിന് മുമ്പ് ഇമാം ശുഅബ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു. ഇമാം ശുഅബ മരണപ്പെട്ടു. ഇദ്ദേഹം കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ആ വ്യക്തി മരണപ്പെട്ടു. വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം ആ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മാപ്പ് ചോദിക്കുവാനും അദ്ദേഹത്തിന് കൂടുതൽ ഇനി പഠിക്കാനും വേണ്ടിയിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി ചെല്ലുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇമാം ശുഅബ മരണപ്പെട്ട്. അത് ഇദ്ദേഹത്തിന് മറ്റൊരു ഷോക്കായി ഖാനബിക്ക്. പക്ഷേ ഖാനബി ഇമാം മാലിക് ബിൻ അനസിൻ്റെ ശിഷ്യനായിട്ട് മദീനയിൽ വളർന്നു, ജീവിച്ചു, പഠിച്ചു, വളർന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രബല ശിഷ്യനാണ് ആര്? ഇമാം അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി. ഇമാം മാലിക്കിൻ്റെ മുവത്ത മനപ്പാടമാക്കിയ പണ്ഡിതൻ. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ ഇമാം അബൂ ഹാത്തിം റാസി അബ്ദുല്ലാഹി അൽ മസ്ലമ അൽ ഖാനബിയെ മുഖം കാണിച്ച് അബൂ ഹാത്തിം പറയാണ്, സിഖത്തുൻ ഹുജ്ജ, അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി വിശ്വസ്തനാണ്, ഹുജ്ജത്ത് തെളിവാണ്. ലം അറ അഖ്ശഅ മിൻഹു, അദ്ദേഹത്തോളം അള്ളാഹുവിൽ പേടിയുള്ള ഖുശൂഉള്ള ഭക്തനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരെക്കുറിച്ചായി പറയണത്? ഈ കത്തി ഓങ്ങിയ ഈ മനുഷ്യനെ കുറിച്ചാണ് പറയണത്. അദ്ദേഹത്തോളം ഖുശൂഉള്ള ഒരു മനുഷ്യനെ, ഭക്തിയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാണ്. ഖാനബി ഒരു സദസ്സിലൂടെ പോവുകയാണെങ്കിൽ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ എടുക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തെ കണ്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമായിരുന്നു എന്നാണ്. കാരണം അത്രമാത്രം അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എന്ത് ചെയ്തു? ആര് മാറി? അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി മാറി. ആദ്യം അദ്ദേഹത്തെ കണ്ട കള്ള ഓർമ്മ വരിക, റൗഡിത്തര ഓർമ്മ വരിക. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തെ കണ്ടാൽ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഓർക്കുമാർ. ആ വ്യക്തിത്വം അനുഗ്രഹീതമായി. എന്നിട്ട് അബൂ ഹാത്തിം പറയാണ്, ഒരു ദിവസം അബൂ ഹാത്തിം പറയാണ്, ഞങ്ങൾ ചെന്നിട്ട് ഖാനബിനോട് പറഞ്ഞ്, മുവത്ത നിങ്ങൾ ഞങ്ങൾക്കൊന്ന് വായിച്ചു തരണം എന്ന് പറഞ്ഞു. മുവത്ത, ഇമാം മാലിക്കിൻ്റെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം ഒന്ന് വായിച്ചു തരണം. അപ്പോൾ ഖാനബി പറഞ്ഞ്, എങ്കിൽ നിങ്ങൾ നാളെ പ്രഭാതത്തിൽ വരീന്ന് പറഞ്ഞു, നാളെ രാവിലെ വരാൻ പറഞ്ഞു. അപ്പോൾ അബൂ ഹാത്തിമും ശിഷ്യന്മാരും പറഞ്ഞ് റഹ്മക്കല്ലാ, അബൂ ഹാത്തിമും ശിഷ്യന്മാരും പറഞ്ഞ്, രാവിലെ വരാൻ പറ്റൂല, ഞങ്ങൾക്ക് ഹജ്ജാജ് ബിൻ മിൻഹാലിൻ്റെ ക്ലാസ് ഉണ്ട്, മജ്ലിസ് ഉണ്ട്, അതുകൊണ്ട് രാവിലെ വരാൻ പറ്റൂല. അപ്പോൾ ഖാനബി പറഞ്ഞാൽ ആ ക്ലാസ് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അബൂ ഹാത്തിമും കൂട്ടരും പറഞ്ഞ്, ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മുസ്ലിം ഇബ്നു ഇബ്രാഹിമിൻ്റെ ക്ലാസ് ഉള്ളത്, ഹദീസിൽ ക്ലാസ്. അപ്പം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം പറഞ്ഞാൽ ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അബൂ ഹുദൈഫ അൻ-നഹ്ദിയുടെ ക്ലാസ്സിലേക്ക് പോകാറ്. അപ്പോൾ രാവിലെ മുതൽ അസർ വരെ ഇവർക്ക് ഒഴിവില്ല, 3 ക്ലാസ്സാണ്. അപ്പം പറഞ്ഞാൽ ഖാനബി പറയാണ് അവരോട്, അബൂ ഹാത്തിമിനോട് പറയാണ്, എങ്കിൽ ഇന്ന് അസർ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഇവർ പറയണം, അബൂ ഹാത്തിമും കൂട്ടരും പറയണം, അപ്പോഴാണ് ഞങ്ങൾ ആരും അബു നുഅ്മാൻ്റെ ക്ലാസ്സിൽ പോകാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസിയാണ്, 3-4 ക്ലാസ്സുകളാണ്. അപ്പോൾ പിന്നെ ഖാനബി സമയം കൊടുത്ത് രാത്രി വരാൻ. അങ്ങനെ അബൂ ഹാത്തിം പറയാണ്, രാത്രി ഖാനബി ഞങ്ങളുടെ അടുക്കലേക്ക് വരും. അങ്ങനെ കൊടിയ ചൂടുള്ള നാളിൽ അദ്ദേഹം ഞങ്ങൾക്ക് മുവത്ത പാരായണം ചെയ്തു തരുമായിരുന്നു എന്നാണ് ഖാനബിനെ കുറിച്ച് ആര് പറയുന്നത്? ഇമാം അബൂ ഹാത്തിം പറയുന്നത്. ആര് ഈ അബൂ ഹാത്തിം? അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാലേക്കൂട്ടി പറഞ്ഞത്. ആ ഒരു മനുഷ്യൻ വിജ്ഞാനത്തിൻ്റെ നിറകുടായി. ആളുകൾ അദ്ദേഹത്തെ കണ്ടാൽ ദിക്റുകളെ അനുസ്മരിക്കുമാർ. ആ മനുഷ്യൻ അനുഗ്രഹീതനായി. പണ്ഡിത കേസരികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു പണ്ഡിതനായിട്ട് വളർന്ന വിശ്വസ്ത റാവിയായി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രബല ശിഷ്യന്മാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ ഖാനബി റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ കാരണം? അള്ളാഹു കൽബ് തുറന്നു, അള്ളാഹു മനസ്സ് തുറന്നു, അള്ളാഹു ഹൃദയം തുറന്ന ആ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ നൂർ അള്ളാഹു അരുളിയാൽ, അള്ളാഹു അവൻ്റെ അറിവ് പകർന്നാൽ, തലച്ചോർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുദയാൽ നിറച്ചാൽ,
അങ്ങനെ നടക്കുന്ന ഫത്താഹാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് ഏറ്റവും പ്രധാനം, അതാണ് ഏറ്റവും മുഖ്യമായി നമുക്ക് വേണ്ടതും. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അഫമൻ ശറഹ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നെഞ്ച് അള്ളാഹു, ഒരു വ്യക്തിയുടെ നെഞ്ചിനെ അള്ളാഹു തുറന്നാൽ, വിശാലമാക്കിയാൽ, ഫഹു അലാ നൂരിൻ മിൻ റബ്ബിഹി, ആ മനുഷ്യൻ തൻ്റെ റബ്ബിൽ നിന്നുള്ള പ്രകാശത്തിന്മേലാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനോട് മറ്റു മനുഷ്യർ അവിശ്വാസികൾ തുല്യമാകുക എന്നുള്ളത് ചോദിക്കുകയാണ്. അള്ളാഹു നെഞ്ച് തുറന്ന് നെഞ്ച് വിശാലമാക്കി ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള നൂർ അള്ളാഹു സുബ്ഹാനഹു വ തആല അരുളിയിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും നമുക്ക് അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സംഗതി. അള്ളാഹു ഹൃദയം തുറന്നിട്ടില്ല എങ്കിൽ, നെഞ്ച് വിശാലമാക്കിയിട്ടില്ല എങ്കിൽ ഹൃദയം കടുക്കും, മനസ്സിന് കട്ടി കൂടും. മനസ്സിന് കട്ടി കൂടി ഹൃദയം കടുത്താൽ ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയങ്ങൾ കടുത്തവർക്ക് നാശം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവർ തികഞ്ഞ വഴികേടിലാണ് എന്ന് അള്ളാഹു വിധിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ അൽ ഫത്താഹ് എന്ന നാമത്തെക്കുറിച്ചാണ്. ആ അൽ ഫത്താഹ് എന്നുള്ള നാമം അത് പല അർത്ഥങ്ങളിലും ആശയങ്ങളിലും വരും. അതിൽ ഒരാശയം വിധി തീർപ്പ് കൽപ്പിക്കുന്നവൻ, തീർപ്പുണ്ടാക്കുന്നവൻ എന്നർത്ഥമാണ്. മറ്റൊരർത്ഥം വിജയം നൽകുന്നവൻ, സഹായം അരുളുന്നവൻ എന്ന അർത്ഥത്തിലാണ്. മൂന്നാമതൊരർത്ഥം ഉപജീവനം നൽകുന്നവൻ, ഉപജീവന കവാടങ്ങളെ തുറന്ന് ഉപജീവനം നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ്. അള്ളാഹു ഭൗതികമായ വിഭവങ്ങൾ നൽകും, പാരത്രിക ലോകത്ത് സ്വർഗ്ഗലോകത്തിൽ അനുഗ്രഹീതമായ വിഭവങ്ങൾ തുറന്നേകും. ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സുകളെ തുറന്ന്, തലച്ചോറുകളെ തുറന്ന് അവന് ഹുദയും ഈമാനും അതേപോലെ തന്നെ ഇൽമും നൽകുന്ന ഫത്താഹാണ്. അതും ഫത്താഹ് എന്ന നാമം ഉൾക്കൊള്ളുന്ന ആശയമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഏതാനും ചരിത്രങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇവിടെ കൊണ്ടുവരികയുണ്ടായത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം ഇവിടെ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ അള്ളാഹുവിൻ്റെ പേരുകൾ മനസ്സിലാക്കുമ്പോൾ കേവലം ഒരു നാമം പഠിക്കുക എന്നുള്ളതോ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്നുള്ളതോ അല്ല, പിന്നെയോ അതിൻ്റെ അർത്ഥവും തേട്ടവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ദുആ വചനങ്ങൾ, ഇപ്പോൾ അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരിക്കുകയാണ്, പടച്ചോനെ നിൻ്റെ കാരുണ്യ കവാടങ്ങൾ നീ എനിക്ക് തുറക്കണമേ. കാരുണ്യ കവാടങ്ങൾ തുറക്കുന്ന അൽ ഫത്താഹാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് തുറക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. നബിമാർ ദുആ ഇരുന്നത് നമ്മൾ കേട്ട്, റബ്ബന ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ ജനതയ്ക്കുമിടയിൽ സത്യപ്രകാരം നീ തീർപ്പ് കൽപ്പിക്കണമേ. അള്ളാഹുവിൻ്റെ നാമങ്ങളും അതിൻ്റെ ആശയങ്ങളും ഗ്രഹിക്കുമ്പോൾ നമുക്ക് ആ മേലായ റബ്ബിനോട് ദുആ ഇരക്കുവാൻ മനസ്സുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആ ആത്മാർത്ഥമാക്കുവാനും അത് യഥാവിധമാക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. ആ നാമങ്ങളുടെ വിഷയത്തിലൊക്കെ വന്നതായ ദുആകളെ നമ്മൾ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും കഴിവിൻപടി നമ്മൾ ശ്രമിക്കണം. ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് ഇവിടെ ഉണർത്താനുള്ളത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ഉപരിലോകത്ത് ഖബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും കൂട്ടിയിരുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നല്ല ഉദ്ദേശങ്ങൾ നമുക്ക് നിറവേറ്റി തരുമാറാവട്ടെ. നമ്മളിൽ രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها ورجال أمنها. اللهم احفظ لهذه البلاد رخاءها واستقرارها. اللهم احفظ لهذه البلاد قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.